channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീഡിയം സൈസിൽ കട്ട് ചെയ്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കിത് മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ മസാല തയ്യാറാക്കുന്നതിന് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം, വലിയ ജീരകം. 1 ടീസ്പൂൺ കുരുമുളക്. ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ചൂടാക്കണം. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ എരിവുള്ള ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുവാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെ പൊടി കരിഞ്ഞു പോവും. അല്ലെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ടാലും മതി. പിന്നെ അതിനകത്തോട്ട് തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണക്കം മാറി. ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്താണ്. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല തണുത്ത് വന്നപ്പോൾ ഞാനൊരു ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് 2 അല്ലി വെളുത്തുള്ളി ഇടുവാണ്, വലിയ വെളുത്തുള്ളി. പിന്നെ മീഡിയം പീസിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 പച്ചമുളക്. ഇതെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പം ഞാൻ അരച്ചെടുത്ത മസാല ചിക്കനിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ തൈര് ചേർക്കുവാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂറായി. അപ്പം ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് എണ്ണ ചൂടാവണം. ഗ്യാസ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പില ഒന്ന് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഒരുമിച്ച് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ അതിനകത്തോട്ട് ഫസ്റ്റ് ഒരു 5-8 പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആവണം. ഫസ്റ്റ് നമുക്കൊരു ആദ്യത്തെ 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള നല്ല തട്ടുപൊളിപ്പൻ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഞാൻ ഇതൊരു സ്ട്രെയിനറിലോട്ടാണ് ഇപ്പം മാറ്റുന്നത്. ഞാൻ ഇതിവിടെ ഇപ്പോൾ ഒരു ബാച്ചേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ. ബാക്കി ബാച്ച് നമ്മൾക്ക് നാളെ അങ്ങനെ വേണമെങ്കിൽ എടുത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള അതേ ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ ഞാൻ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉള്ളി കൂടെ അതിൻ്റെ മുകളിൽ സവാള കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.